നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പാർത്ഥ, ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു മണി 1:30-2 സമയത്ത് നമ്മൾ ഇന്ത്യ മുഴുവൻ ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവൻ ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു അഹമ്മദാബാദിലെ പ്ലെയിൻ അപകടം. അത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിവരങ്ങൾ മുഴുവൻ പുറത്തു വന്നിട്ടില്ല. എന്താണ് അപകട കാരണം എന്നുള്ളതിനെക്കുറിച്ചെല്ലാം അന്വേഷണം നടക്കുന്നേ ഉള്ളൂ. ഈ മരിച്ചവരുടെ വീടുകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളെല്ലാം നടന്നു വരുന്നതേ ഉള്ളൂ, ഒന്നുമായിട്ടില്ല. പക്ഷെ അതിനിടയിലേക്ക് നമ്മൾ എന്നും പറയും പ്രബുദ്ധരായ മലയാളി എന്നൊക്കെ എപ്പോഴും പറയും, മലയാളിടാ, മലയാളി പൊളിയിടാ എന്നൊക്കെ പറയും പോലെ ഒരു മലയാളിയുടെ ഫേസ്ബുക്ക്, വെറും മലയാളിയല്ല, ഉത്തരവാദപ്പെട്ട സർക്കാർ സർവീസിൽ ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്ന ഒരാളുണ്ട്, ഡെപ്യൂട്ടി തഹസീൽദാർ. ഒരുപാട് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഉത്തരവാദപ്പെട്ട ഒരാളാണ് അയാൾ. അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരാൾ അനുശോചനക്കുറിപ്പിന് താഴെ കൊണ്ടുവന്ന് കമൻറ്റ് ചെയ്തത് വളരെ മോശമായ രീതിയിൽ ആ പെൺകുട്ടി, കേരളം മൊത്തം കരഞ്ഞതാണ്, മലയാളികൾ മുഴുവൻ ആ പെൺകുട്ടിയുടെ ഒരുപാട് വീഡിയോസ്, പാട്ട് പാടുന്ന വീഡിയോ, ഇതെല്ലാം പങ്കുവെച്ച ആ കുട്ടികളുടെ സങ്കടം, ആ ക്യാൻസർ രോഗബാധിതയായ അമ്മ, ഇതെല്ലാം ഓർത്ത് മലയാളികളെല്ലാം വേദനിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇയാൾ കൊണ്ടുവന്ന് ആ ഒരു മോശം കമൻ്റ് ഇടുന്നത്. വളരെ മോശമായ രീതിയിൽ ജാതി ഉൾപ്പെടെ പറഞ്ഞിട്ട്. ഇപ്പോൾ ജാതി അധിക്ഷേപം എന്ന് പറയുമ്പോൾ എല്ലാവരും ദളിതരെയും പിന്നോക്ക ജാതിക്കാരെയും പേരും പറയുമ്പോൾ മാത്രമാണ് അതൊരു അധിക്ഷേപം എന്നാണ് പൊതുവേ ഉള്ള ഒരു കരുതൽ. പക്ഷെ അതല്ല, ഏത് ജാതി പറഞ്ഞിട്ടായാലും ആ ജാതിയിൽ ഇങ്ങനൊരു മോശം പ്രവണത എന്ന് പറയുന്നത് അതൊരു അധിക്ഷേപം തന്നെയാണ്. അതിൽ അവർണ്ണനെന്നല്ല സവർണനെന്നല്ല, ആരെ വ്യക്തിപരമായുള്ള അധിക്ഷേപമാണ്. പക്ഷെ ഇങ്ങനെ ഈ ഒരാൾ ഇത് ചെയ്ത്, പക്ഷെ അയാളിപ്പോൾ എയറിലാണെന്ന് തന്നെ പറയാം. ഞാൻ കരുതി അയാൾ ഫേസ്ബുക്ക് ലോക്ക് ചെയ്ത് പൂട്ടി നാട് വിട്ട് കാണുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നോക്കിയപ്പോൾ ഇപ്പോഴും അത് എല്ലാവർക്കും വിസിബിളാണ്. ആരോ ഒരാൾ നമ്പർ മിസ്സായി എന്ന് പറഞ്ഞപ്പോൾ അയാൾ പരസ്യമായി തന്നെ നമ്പർ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതെ, ഞാൻ ആ പോസ്റ്റ് നോക്കുന്നത്, പക്ഷെ എനിക്ക് ആ പോസ്റ്റ് കാണാൻ കഴിയുന്നില്ല. കാരണം അയാൾ അത് കമന്റ് ഡിലീറ്റ് ചെയ്തു. പോസ്റ്റും കമന്റും അയാൾ ഡിലീറ്റ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പവി ആനന്ദാശ്രം എന്ന് പറയുന്ന കാസർഗോഡുള്ള ഒരു ഡെപ്യൂട്ടി തഹസിൽദാറാണ് ഇത്തരത്തിലൊരു കമന്റ് ഇട്ടത്. ഇയാളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ആലോചിക്കണം, ഇന്ത്യയിൽ ഇത്ര വലിയൊരു പ്ലെയിൻ അപകടം ഉണ്ടാകുകയാണ്. അതായത് നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏറ്റവും വലിയ പ്ലെയിൻ അപകടമാണ്, ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്ലെയിൻ അപകടമാണ് ഇപ്പം നടന്നിട്ടുള്ളത്. ഇത്രയും അധികം ആളുകൾ മരിച്ചൊരു പ്ലെയിൻ അപകടം മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയകരമാണ്. ഒരാൾ ഒഴികെ മറ്റെല്ലാവരും മരിച്ചു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു 290 ആളുകളാണ് ഇപ്പം വരുന്ന കണക്ക്. വിമാനത്തിൽ ഉണ്ടായിരുന്നവർ മാത്രമല്ല, ആ മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയാണ് മരണം സംഭവിച്ചത്. അതെ, ആ ഹോസ്റ്റലിലേക്ക് ഇടിച്ചു കയറുകയും ദാരുണമായ സംഭവമാണ്. കാരണം എത്രയോ അധികമാണ് ഒരു പ്ലെയിൻ അപകടം ഉണ്ടാകുമ്പോൾ അതിൽ സഞ്ചരിച്ചിരുന്ന ആളുകൾ മാത്രം മരിക്കേണ്ട സ്ഥാനത്ത് മറ്റുള്ള ആളുകൾക്ക് കൂടെ അപകടം പറ്റുക എന്ന് പറയുന്നത് എത്രമാത്രം വേദനാജനകമാണ് എന്നുള്ളത് നമുക്കറിയാം. മറ്റ് രാജ്യങ്ങൾ പോലും നമ്മളെ ഈ ഒരു ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഇവിടെ ഇരുന്നു കൊണ്ട് കേരളത്തിൽ ഇപ്പോൾ ഒരു ട്രെൻഡിങ് ഒരു സംഭവമുണ്ട്. അതായത് ജാതി പറഞ്ഞ് ആഘോഷിക്കുക, ജാതീയമായ കാര്യങ്ങളിൽ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് ഇവർക്കൊക്കെ കിട്ടുന്ന രാഷ്ട്രീയ സപ്പോർട്ടാണ്. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ സവർണ 4 കുറ്റം പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയി എന്നുള്ളൊരു ധാരണ ഇവിടെയുള്ള പല ആളുകളിലും ഉണ്ട് എന്നാണ് ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ജാതി വിവേചനം ഇല്ലാതാകണമെങ്കിൽ ജാതി വിവേചനം തന്നെ ഇല്ലാതാവണം. അതായത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, നമ്മൾ കീഴാളനെന്നോ മേലാളനെന്നോ ഒന്നൊന്നും നോക്കാതെ ഈ ജാതി എന്ന് പറയുന്ന കാര്യത്തിന് യാതൊരു പ്രസക്തിയും ഇല്ല എന്ന് പറയുന്നിടത്താണ് നമ്മുടെ ജാതി വിവേചനം അവസാനിക്കുക. പക്ഷെ ഇവിടെ നോക്കൂ, ഈ പറയുന്ന പത്തനംതിട്ടയിൽ മരിച്ച ഒരു മലയാളി അതിലുണ്ട് എന്ന് നമ്മൾ അറിയുന്നു. ഒരു സ്റ്റേറ്റ് മൊത്തം അവരുടെ കൂടെ നിൽക്കുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്നലെ രാത്രി തന്നെ ആ വീട്ടിൽ പോയി വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. കളക്ടർ ഇടപെടുന്നു, നമ്മുടെ ഗവൺമെൻറ് ഇടപെട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. നമ്മളെല്ലാം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് അവരുടെ സങ്കടത്തിൽ, അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. ആ ഒരു സമയത്താണ് ഇയാളെപ്പോലുള്ള ആളുകൾ വന്നിട്ട് അത്രയ്ക്ക് നീചമായ ഭാഷയിൽ ഈ പറയുന്ന മരണപ്പെട്ട ആ സഹോദരിയെ അധിക്ഷേപിക്കുന്നത്. ഞാൻ ഇന്നലെ ഇത്തരം ഒരു വാർത്ത കാണുന്നത്, ഡോക്ടർ ആശാ ഉല്ലാസ് എന്ന് പറയുന്ന സമൂഹ മാധ്യമങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എഴുതുന്ന, കുറിപ്പുകളൊക്കെ പങ്കുവെക്കുന്ന ഒരാളുടെ പോസ്റ്റ് കണ്ടാണ് ഞാൻ ആദ്യമായി ഈ സംഭവം നോക്കുന്നത്, എന്താണ് ഈ ഒരു വിഷയം എന്നുള്ളത് നോക്കുന്നത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇയാൾ ഒരു ഡെപ്യൂട്ടി തഹസിൽദാർ ആണ് എന്നും, മാത്രമല്ല ഇയാൾ കഴിഞ്ഞ ഒരു 1.5 മാസം മുമ്പ് ഇതേപോലെ തന്നെ വേറൊരു ജാതീയമായ അധിക്ഷേപം നടത്തിയിട്ട്, എനിക്ക് തോന്നുന്നു ഈ ചന്ദ്രശേഖരനെ, അദ്ദേഹം ഒരു MLA കൂടിയാണ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത്, അദ്ദേഹത്തെ ജാതീയമായ അധിക്ഷേപം നടത്തിയിട്ട് ഇയാളെ സസ്പെൻഡ് ചെയ്താണ്. അങ്ങനെ സസ്പെൻഡ് ചെയ്തിട്ട് ഇയാളെ വീണ്ടും കലക്ടർ തിരിച്ചെടുത്തിട്ട് ഇപ്പൊ അത്രയൊന്നും സമയം ആകുന്നതിന് മുമ്പ് വീണ്ടും ഈ ഒരു കാര്യത്തിലേക്ക് ഇയാൾ കടന്നു എന്നാണ്. അത് ഇയാൾക്ക് എന്താണ് ഈ മനസ്സിൽ ഫ്രസ്ട്രേഷൻ ആണ്. അതെ, അതൊരു മാനസിക അവസ്ഥയാണ്, അല്ലാതെ ഇപ്പൊ മനുഷ്യത്വമോ അങ്ങനെയൊന്നും അല്ല. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, ഈ ഒരാൾ ഡെപ്യൂട്ടി തഹസീൽദാർ ആയിരിക്കുന്ന ആ ഒരു സ്ഥാപനത്തിലേക്ക്
അവരവരുടെ ആവശ്യവുമായി വരുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് നീതി ലഭിക്കും? ഈ ഒരു മാനസികാവസ്ഥയിലിരിക്കുന്ന ഒരാൾ കൊടുക്കാറോ? ഇയാൾ ജാതി നോക്കിയിട്ടായിരിക്കില്ലേ ഇവർക്കൊക്കെ നീതി കൊടുക്കുന്നത് എന്നൊരു വലിയ സംശയമുണ്ട്. കാരണം ഇയാളുടെ പോസ്റ്റുകൾ മുഴുവൻ എടുത്ത് നോക്കുമ്പോൾ ജാതീയപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് കംപ്ലീറ്റ് ജാതീയതയാണ്. അതായത് ഈ പോസ്റ്റിൽ തന്നെ വളരെ നീചമായ രീതിയിൽ നായർ സമുദായത്തിൽപ്പെട്ട ഒരാളാണ് ഈ പറയുന്ന രഞ്ജിത എന്നുള്ളത് കൊണ്ട് അങ്ങേയറ്റം മോശമായ രീതിയിലാണ് അവരെ ജാതീയമായി അധിക്ഷേപിക്കുന്നത്. ഈ ജാതീയമായ അധിക്ഷേപം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ അവർണ്ണനയോ സവർണ്ണനയോ ആരെ നടത്തിയാലും അതൊരു തെറ്റാണ്. അല്ല, പക്ഷേ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് അവരവരുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻ. അതിന് ഏത് സാമ്പത്തിക ഫ്രസ്ട്രേഷൻ ആയിക്കോട്ടെ, ലൈംഗിക ഫ്രസ്ട്രേഷൻ ആയിക്കോട്ടെ, എന്തും ഏത് തരത്തിലുള്ള ഫ്രസ്ട്രേഷനും അവർ തീർക്കുന്നത് ഇതുപോലെ വളരെ ആൾക്കാർക്ക് റീച്ചുള്ള ചില പോസ്റ്റുകളിൽ പോയി ഇവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നതിന് വളരെ മോശമായ രീതിയിൽ കമൻ്റ് ഇടുക എന്നുള്ളത് അത് അവർക്കൊരു ഹരമാണ്, കമൻ്റ് ഇടുന്നത്. പക്ഷേ ഇതിനെതിരെ നല്ലൊരു നിയമവും വരണം, ഇവർക്ക് തക്കതായ ശിക്ഷ. പലരും പല രീതിയിൽ ഇതിനെതിരെയൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ അത് പോരാ. വ്യാപകമായി തന്നെ ഇങ്ങനെ മോശം കമൻ്റ് ഇടുന്നത് അവർക്ക് യാതൊരു അവകാശമില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ എൻ്റെ ഫേസ്ബുക്ക് പേജ് എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഇടമാണ്, അല്ലേ? പബ്ലിക് പോസ്റ്റ് ആണെങ്കിൽ പോലും താല്പര്യമുള്ളവർ കാണുക, വായിക്കുക, പോവുക, അത്രേ ഉള്ളൂ. അല്ലാതെ അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് എൻ്റെ ആ ഒരു പേജിൽ വന്ന് മോശം കമൻ്റ് ഇടാനുള്ള അവകാശം വേറൊരാൾക്ക് ഉണ്ട് എന്ന് പാർത്ഥൻ കരുതുന്നുണ്ടോ? ഇല്ല, ആർക്കും ഇല്ല. കാര്യം അതില്ലല്ലോ. പക്ഷേ അതിനെതിരെ എന്തെങ്കിലും നടപടി എടുത്താൽ ഇവിടെ എന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യം, തേങ്ങ വാങ്ങാൻ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ സത്യത്തിൽ നിയന്ത്രിക്കേണ്ട കാലം കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മറ്റൊരുത്തന്നെ കയറി എന്ത് തോന്നിവാസവും വിളിക്കാവുന്ന രീതിയിലേക്ക് സോഷ്യൽ മീഡിയ കമൻറ്റോളുകൾ മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനാരാണ് ഇവിടെ സ്വാതന്ത്ര്യം കൊടുക്കുന്നത്? ഇത് ഏറ്റവും വലിയ കാര്യമല്ലേ? അതിൻ്റെ പുറത്താണ് ഈ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് വലിയ പിന്നെ പ്രക്ഷോഭങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അതിനെതിരെ കുറേ അത് ഏറ്റവും ബേസിക്കായിട്ട് ഞാൻ പറയുന്നത് ഇവിടുത്തെ ഇടതുപക്ഷം തന്നെയാണ് ഇതിനൊക്കെ എന്ത് കൊടുക്കുന്നത്, ഇതിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നത്. ഇപ്പം ഈ പറയുന്ന ഈ ഒരു പിന്നെ തഹസീൽദാർക്ക് ഇതിടാനുള്ള പോസ്റ്റ് ഇടാനുള്ള ധൈര്യം പോലും വന്നിട്ടുണ്ടാവുക എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ സവർണ്ണനെ ഇങ്ങനെ ഈ സവർണ്ണൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവരുടെ ഭാഷയാണ്, അല്ലാതെ സവർണ്ണ അവർണ്ണ എന്നൊരു വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരാൾക്കാരെ എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പം ഈ വേടൻ്റെ തന്നെ വിഷയത്തിൽ വേടൻ പറഞ്ഞത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകളെല്ലാം വന്നിട്ട് ഇവിടെയുള്ള സവർണ്ണന്മാരെ തെറി വിളിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഇതെല്ലാം കേട്ട് മിണ്ടാതിരിക്കുന്നത്. ഈ സത്യം പറയുകയാണെങ്കിൽ ഇവിടെയുള്ള ആളുകൾ ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ചോദ്യം ഇവർ പലപ്പോഴായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതേ കാര്യം തന്നെ ഒരു മറ്റു ജാതിയിൽപ്പെട്ട ഒരാളോട് ചെയ്താൽ അത് തെറ്റാണ്. അത് തെറ്റല്ല എന്നല്ല പറയുന്നത്, അതും തെറ്റാണ്. ജാതി എന്നല്ല, ഏത് രീതിയിലായാലും ഒരു വ്യക്തിയെ ഏത് പേരിലായാലും അധിക്ഷേപിക്കാനുള്ള റൈറ്റ് ആർക്കുമില്ല, വ്യക്തിപരമായി അധിക്ഷേപിക്കാനുള്ള. ഇതിലിപ്പോൾ ഇയാൾ പറഞ്ഞതിൽ ഒരു പോയിന്റ്, ഇപ്പം ആ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചത് മാറ്റി നിർത്തിയിട്ട് മറ്റൊരു പോയിന്റ് എടുത്താൽ അതിൽ ശരിക്കും ഒരു കാര്യമുണ്ട്. പക്ഷെ അത് പറയേണ്ട അവസരം ഇതല്ല. അയാൾക്ക് എത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നു ഇത് പറയാൻ. അയാളൊരു സർക്കാർ ജീവനക്കാരനാണ്. ചിലപ്പോൾ അയാളുടെ ഉള്ളിൽ ഒരുപാട് അനുഭവങ്ങൾ കണ്ടിട്ടുണ്ടായ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും ഈ ഒരു എഴുത്ത് എന്ന് പറഞ്ഞാൽ. പക്ഷെ അത് പറയേണ്ട ഇടം ഇതല്ല, പറയേണ്ട ഭാഷ ഇതല്ല. അത് ഞാൻ പറഞ്ഞാൽ ഈ സർക്കാർ ജോലി കിട്ടിയിട്ട് പല ആൾക്കാരും അത് ലീവ് എടുത്തിട്ട് പുറം രാജ്യങ്ങളിൽ പോയി ഒരുപാട് അവരുടെ സാമ്പത്തിക നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പുറത്തേക്ക് പോകാറുണ്ട്. ഇങ്ങനെ ഒരുപാട് എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ വരെ ഉണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ആ ജോലി രാജിവെച്ചിട്ട് പോയിക്കൂടെ, പകരം ആ ലിസ്റ്റിൽ തൊട്ടടുത്തുള്ള ഒരാൾക്ക് ആ ജോലി കിട്ടില്ലേ എന്ന് ചോദിക്കണം. അത് സ്വാഭാവികമായ ഒരു ന്യായമായ ഒരു ചോദ്യമാണ്. പക്ഷേ പവിത്രൻ ചോദിച്ചത് ഈ അവസരത്തിലായിപ്പോയി, ഈ ഭാഷയിലായിപ്പോയി. അത് വളരെ വലിയൊരു തെറ്റാണ്. അല്ല, സത്യമാണ് പറഞ്ഞത്. കാരണം ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. കാരണം ഒരുപാട് ജോലി കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചവിടെ നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ സമയത്ത് ഈ സർക്കാർ ജോലി വെച്ചുകൊണ്ട് പുറത്തു പോയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. പക്ഷേ ആ പറഞ്ഞ സമയവും പറഞ്ഞ ഭാഷയും പറഞ്ഞ രീതിയും വിവേചന ബുദ്ധി പവിത്രന് ഇല്ലാതെ പോയി. തഹസീൽദാർ അയാൾ എങ്ങനെയായി എന്നറിയാം. മാത്രമല്ല അയാളുടെ മറ്റ് പോസ്റ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ അയാൾ അങ്ങേയറ്റം മോശകരമായിട്ടാണ് ഈ ജാതീയത കുത്തിത്തിരിക്കൊണ്ടുള്ള പോസ്റ്റുകൾ ഇടുന്നത്. ഇതിന് ഇയാളെ ഒന്നും സർവീസിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരാളല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിൽ അങ്ങേയറ്റം ഈ നമ്മുടെ സമൂഹത്തെ ഭിന്നിപ്പിച്ചു കൊണ്ട് പോവുക എന്നൊരു തന്ത്രം ഇവിടെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ പോയി പണ്ടത്തെ കാലത്തേക്കാൾ കൂടുതൽ ജാതി മനുഷ്യരുടെ മനസ്സിൽ ഇങ്ങനെ വന്ന് അടിയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് സങ്കടകരമാണ്. കാര്യം സർക്കാർ ജീവനക്കാർ കുറച്ചുകൂടി പക്വത കാണിക്കേണ്ടവരാണ് എന്നാണ്. സാധാരണക്കാരുമായി ഇടപെട്ട് സാധാരണക്കാർക്ക് വേണ്ടി, അതായത് പബ്ലിക് സർവന്റ് എന്നാൽ ഗവൺമെന്റ് പബ്ലിക് സർവന്റ് ആണ് അവർ പബ്ലിക്കിന് വേണ്ടി ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ അവരുടേതായ ഒരു മാന്യതയും നിലവാരവും പുലർത്തേണ്ടവരാണ്. കഴിഞ്ഞ ദിവസം ശ്രീ മൈത്രേൻ്റെ ഒരു ഇന്റർവ്യൂ, ഏതോ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഊബറിൽ പോയിട്ടുണ്ടോ, അതിൽ നമ്മൾ ആ യാത്ര കഴിയുമ്പോൾ അവർക്ക് സ്റ്റാർ കൊടുക്കാനുണ്ട്. ഇവർ എങ്ങനെയാണ് നമ്മളോട് പെരുമാറി, കുറേ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഒരു ഇതിൽ പോകുമ്പോൾ അവർ നമ്മളോട് മോശമായി പെരുമാറിയാൽ നമുക്ക് നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള മാർഗം അവിടെയുണ്ട്. ഇതിൻ്റെ റിഫ്ലക്ഷൻ ആ ആളുടെ ജോലിയിൽ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ അതെന്തുകൊണ്ടാണ് ഈ സർക്കാർ ജീവനക്കാർക്ക് ഇങ്ങനെ ഒരു സാധനം
ഇല്ലാത്തത്. ശരിക്കും അത് വേണ്ടതല്ലേ? സർക്കാർ പബ്ലിക്കുമായി ഇടപെടുന്ന ഇവർക്ക് അവരെ റേറ്റിംഗ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രവർത്തികളിൽ കുറച്ചുകൂടി അച്ചടക്കം ഉണ്ടാകുമെന്നാണ് എനിക്കും തോന്നുന്നത്. തീർച്ചയായിട്ടും മൈത്രൻ പറഞ്ഞ കാര്യത്തോട് നമ്മളെല്ലാം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സർക്കാർ ജോലിക്കാർക്ക് എപ്പം പൊതുജനം റേറ്റിംഗ് കൊടുത്ത് തുടങ്ങുന്നു അന്ന് അവസാനിക്കും ഇവിടുത്തെ നീതി നിഷേധങ്ങൾ എന്നുള്ളതാണ്. ആ കാര്യത്തോട് പൂർണ്ണമായി യോജിക്കുകയാണ്. അതും ഇതോടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. അതെ.